ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം ആർസണൽ ഇപ്പോൾ ഒരു ട്രോഫി അടിച്ചിരിക്കുകയാണ്, ഒരു പ്രീമിയർ ലീഗ് കപ്പടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അർട്ടേറ്റയുടെ നിരന്തരമായ പരിശ്രമങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ബോട്ടിലേഴ്സ് എന്നുള്ള വിളി കേട്ട് 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 ആർസണൽ ഫാൻസും അർട്ടേറ്റയും പ്ലെയേഴ്സും തഴങ്ങിയിട്ടുണ്ടാകും. ഞാനൊരു ആർസണൽ ഫാനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഇപ്പം 3 തവണ 2ാം സ്ഥാനത്ത് വന്നതിന് ശേഷമാണ് ഇത്തവണ ലീഗ് അടിക്കുന്നത്. ഇത്തവണ തന്നെ ഒരുപാട് മീഡിയ നരേറ്റീവുകൾ, സെറ്റ് പീസ് FC, ഹറാം ബോൾ FC, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടൊക്കെ ആയിട്ട് ഒരുപാട് മീഡിയ നരേറ്റീവുകൾ ആർസണലിനെതിരെയും അർട്ടേറ്റയ്ക്കെതിരെയും ഉണ്ടായിരുന്നു. നിലവിൽ വെങ്ങറുടെ കാലവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും സാമ്യത സാറിന് തോന്നുന്നുണ്ടോ? കാരണം വെങ്ങർ വന്നിരുന്ന കാലത്ത് തുടക്കത്തിൽ വെങ്ങർ ജപ്പാനിൽ നിന്നാണ് വന്നത്. വെങ്ങർ ഹൂ എന്ന് ചോദിച്ചിരുന്നു. വെങ്ങർ ഇൻവിൻസിബിൾ അടിക്കുമെന്ന് പറഞ്ഞ സമയത്ത് കോമിക്കൽ വെങ്ങർ എന്നുള്ളൊരു ടീഷർട്ട് വരെ ഇറക്കിയിരുന്നു. അപ്പം അതേപോലെ മീഡിയ നരേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ അർട്ടേറ്റയും ആഴ്സൺ വെങ്ങറും നേരിട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും സാമ്യത ഉണ്ടാകുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ട്? ആദ്യമായിട്ട് എല്ലാ ആർസണൽ ഫാൻസിനും അഭിനന്ദനങ്ങൾ. എന്താ വെച്ചാൽ ഇത്രയും കാലം വേറെ പല ക്ലബ്ബുകളും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലിവർപൂൾ 30 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. യുണൈറ്റഡ് 26 കൊല്ലമാണ് ഫെർഗുസൺ ആദ്യത്തെ ടൈറ്റിൽ നേടുന്നതിന് മുമ്പ്. അപ്പം അത്ര കാത്തിരിപ്പ് വേണ്ടി വന്നില്ല എന്നുള്ളത് നല്ല കാര്യം. പിന്നെ വെങ്കറിന്റെ കാര്യത്തിൽ തീരെ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ആയിരുന്നു. വെങ്കർ മൊണക്കോന്റെ കൂടെ ഒരു യൂറോപ്യൻ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ജാപ്പനീസ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൊഫൈലൊന്നും ഇല്ല. അപ്പം തീർച്ചയായിട്ടും അതും ജോർജ് ഗ്രേം വിട്ടുപോയ ജോലിയാണ്. ജോർജ് ഗ്രേം എന്ന് പറഞ്ഞ ഒരു ആർസണൽ കളിക്കാരനും മാനേജറുമായിട്ടും ഒരു ലെജൻഡായിരുന്നു. അപ്പം ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നൊരു അതിന് ഇടയ്ക്ക് ബ്രൂസ് റിയോക്ക് ഉണ്ടായിരുന്നു. എന്നാലും കൂടി ജോർജ് ഗ്രേമിൻ്റെ ജോലിയായിട്ടായിരുന്നു അത് എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത് 90കളിൽ. അപ്പം കേൾക്കാത്ത ഒരാൾ അതിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും. പക്ഷെ ആർട്ടേറ്റയുടെ അങ്ങനെയല്ല ശരിക്കും. പെപ്പ് ഗ്വാർഡിയോളെ പോലത്തെ ഒരു ജീനിയസ് മാനേജർ തൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതില്ലാതെ പിന്നെ കളിക്കണ സമയത്തും ആർസൻ വെങ്കറിൻ്റെ ഒരു പ്രധാനപ്പെട്ട മിഡ്ഫീൽഡറായിരുന്നു പരിക്കുകൾ വരുന്നവരെ. ഡേവിഡ് മോയ്സിൻ്റെ ഏറ്റവും നല്ല ഒരു എവർട്ടൺ ടീമിൽ പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു. അപ്പോൾ ആർട്ടേറ്റ ഒരു അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ വെങ്ങർ വന്നിരുന്ന സമയത്ത് പ്രീമിയർ ലീഗിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആർസണലിൻ്റെ കൾച്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഫുഡ് കൾച്ചറിലൊക്കെ. അതേപോലെ ആ സമയത്തൊക്കെ ലോങ് ബോൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, ഫിസിക്കാലിറ്റി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, കുറേ കൂടി ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ഒരു അപ്രോച്ചായിരുന്നു. അങ്ങനത്തെ ഒരു ടീമിലേക്കാണ് പിന്നെ അതുപോലെ തന്നെ നോൺ ഇംഗ്ലീഷ് പ്ലെയേഴ്സിനൊക്കെ കൂടുതലായിട്ട് കളിപ്പിക്കാനൊക്കെ തുടങ്ങിയത് വെങ്ങർ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതേപോലെ തന്നെ കൾച്ചറലി ആൻഡ് സ്പോർട്സ് തരത്തിൽ നോക്കുകയാണെങ്കിൽ വെങ്ങറുമായിട്ട് അർട്ടേറ്റ എന്തെങ്കിലും സിമിലാരിറ്റി അല്ലെങ്കിൽ വെങ്ങറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീമിയർ ലീഗിലും അതേപോലെ തന്നെ ആർസണലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? പ്രീമിയർ ലീഗിൻ്റെ കൾച്ചർ വലുതായിട്ട് മാറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ള 2 കോച്ചസ് ഗ്വാർഡിയോളയും ക്ലോപ്പുമാണ്. പക്ഷെ ആർസണലിൻ്റെ കൾച്ചർ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ വെങ്കറിൻ്റെ തന്നെ അവസാനത്തെ ഒരു 4-5 കൊല്ലം ആർസണൽ വളരെ വീക്കായിട്ടുള്ളൊരു ടീമായിരുന്നു. നല്ല ഫുട്ബോൾ കളിക്കും, പക്ഷെ ഒരു ടൈറ്റ് കളി അല്ലെങ്കിൽ ഒരു നല്ല ടീമിനെതിരെ വരുമ്പോൾ കൊലാപ്സ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ടീം. ഡിഫെൻസീവ്ലി സ്ട്രോങ് അല്ല, മിഡ്ഫീൽഡിൽ ഒരു ഡോമിനൻ്റ് ഒരു മിഡ്ഫീൽഡർ ഇല്ല, അങ്ങനത്തെ ഒരു ടീമായിരുന്നു. അപ്പം ഈ ആർട്ടേറ്റയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം അതാണ്. ഈ ബോട്ട്ലേഴ്സ് എന്നുള്ള ഒരു ചൊല്ല് ഒരു ഭാഗത്ത്, പിന്നെ ഒരു വീക്കായിട്ടുള്ളൊരു ടീമിനെ ഓരോ പൊസിഷനായിട്ടും ഇപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സ്ക്വാഡ് ആർസണലിൻ്റെ. അതാർക്കും അല്ല എന്ന് പറയാം. ബെഞ്ചുകൾ നോക്കിയാൽ നമുക്കറിയാം. സൂബിമെന്റിയും മറ്റേ മെറീനോ അങ്ങനത്തെ കളിക്കാരൊക്കെ ബെഞ്ചിലിരിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ. ഒരു കാലത്ത് എവേ ഗ്രൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക ബിഗ് 6 ടീംസും ആർസണലിനെ ത്രാഷ് ചെയ്യലായിരുന്നു.
നിലവിൽ അർട്ടേറ്റ ഈ സീസണിലൊരു മാച്ച് ലിവർപൂളിനോട് തോൽക്കുന്നത് വരെ 22-24 മാച്ചോളം അൺബീറ്റൺ ആയിരുന്നു ബിഗ് സിക്സ് ടീംസിനെ അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു മാറ്റം മാനസികമായിട്ടാണ് ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളത്. അതിൽ പക്ഷെ മാനസികമായിട്ട് മാറ്റം വരണമെങ്കിൽ കളിക്കാരിലും മാറ്റം വരണം. അതിന് ഇപ്പോൾ ക്ലോപ്പ് ലിവർപൂളിൽ മാറ്റം വരുത്തിയത് 3 സൈനിങ്സിലൂടെ, 4 സൈനിങ്സ്. ഗോളിൽ ആലിസൺ, സെന്റർ ബാക്കായിട്ട് വാൻഡാക്ക്, മിഡ്ഫീൽഡിൽ ഫാബിന്യോ, പിന്നെ സാലയും സാദിയോ മാനെ 2 പേര്. അങ്ങനെ 4-5 കളിക്കാർ. ഇതേപോലെ തന്നെ ആർട്ടേറ്റ ആദ്യം സലീബയെ തിരിച്ച് ഫ്രാൻസിലേക്ക് അയക്കും. ആ ലോണിൽ നിന്ന് സലീബയ്ക്ക് കുറെ അനുഭവം കിട്ടുന്നു. തിരിച്ചു വരുന്ന സലീബ പണ്ടത്തെ കളിക്കാരനല്ല. പിന്നെ ഗാബ്രിയൽ, മറ്റേ മിഡ്ഫീൽഡില് ഡെക്ലൻ റൈസ്, ഏറ്റവും പ്രധാനപ്പെട്ട സൈനിങ് റൈസ്. എന്താ വെച്ചാൽ ഒരു സ്ട്രോങ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാതെ ഒരു ചാമ്പ്യൻ ടീമില്ല. ഇപ്പൊ ഗ്വാർഡിയോളയ്ക്ക് ആദ്യം ഫെർണാൻഡിനോ ഉണ്ടായിരുന്നു, പിന്നെ റോഡ്രി. ക്ലോപ്പിന് ഫബീനിയോ ഉണ്ടായിരുന്നു, ഹെൻഡർസൺ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ അതിനു മുമ്പ് ഫെർഗുസൺ, ആദ്യം പോളിൻസ്, പിന്നെ റോയ്ക്ക്, പിന്നീട് കാരിക്. അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ ഇല്ലാതെ ടൈറ്റിലില്ല. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈൻ. ഈ ടൈറ്റിൽ അടിച്ച ടീമിന്റെ ആണിക്കല്ല് എന്ന് സാറിന് പറയാൻ പറ്റുന്നത് ആ സ്പൈനാണ്. ഒരു കളിക്കാരനല്ല, ഡേവിഡ് റായ. ആദ്യം ആൾക്കാർ പരിഹസിച്ച ബ്രെൻഫോർഡ് എന്നാണോ നിങ്ങൾ പോയിട്ട് ഒരു കീപ്പറെ സൈൻ ചെയ്യുക. ലീഗിലത്തെ ഏറ്റവും നല്ല കീപ്പറാണ്. അന്ന് റാംസ്ഡെയിൽ ഫാൻ ഫേവറേറ്റ് ആയിരുന്നു, ആർസണൽസിന്റെ ഫാൻ ഫേവറേറ്റ് ആയിരുന്നു റാംസ്ഡെയിൽ. പക്ഷെ റാംസ്ഡെയിൽ വളരെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കീപ്പറുമാണ്. പല മിസ്റ്റേക്സും അയാൾ തന്നെ ഒരിക്കൽ റൈറ്റിനോടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 90 മിനിറ്റ്സ് അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളുടെ തന്നെ മിസ്റ്റേക്സിലാണ് 22-23 സീസണിൽ സതാംപ്ടൺ പോലത്തെ ഒരു മാച്ചിൽ ഫസ്റ്റ് മിനിറ്റിലൊക്കെ ഗോൾ വഴങ്ങേണ്ട വന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ സീസണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റായ ഒരുപാട് പോയിന്റ്സ് ആർസണലിന് സേവ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ ഇപ്പോഴത്തെ ആർസണലിൻ്റെ ഈ സീസണിലെ കളി വെച്ച് നോക്കുന്ന സമയത്ത് മുൻ സീസണിലെ കളികൾ വെച്ച് നോക്കുമ്പോൾ 22-23 സീസണിലാണ് ഫസ്റ്റ് ആർസണൽ ടൈറ്റിൽ റേസിൽ വരുന്നത്. അന്ന് വേൾഡ് കപ്പ് വരെ ഒരു നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോൾ, ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിച്ചിരുന്നൊരു ടീമായിരുന്നു ആർസണൽ. അതിനുശേഷമുള്ള നെക്സ്റ്റ് സീസൺ ആയി കഴിഞ്ഞാലും സെക്കൻഡ് സീസണിൽ ആർസണലിൻ്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതലായിട്ട് വിൻസ് വന്ന സെക്കൻഡ് ഹാഫ് ആയിരുന്നു. 19 കളിയിൽ 18 കളിയും ജയിച്ചു. ഒരുവിധം എല്ലാ അവേ ഗെയിംസിലും പോയിട്ട് ത്രാഷ് ചെയ്ത് ജയിച്ചുകൊണ്ടിരുന്നൊരു ടീമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ സീസണിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു അപ്രോച്ച് അർട്ടേറ്റ സ്വീകരിക്കാൻ കാരണം എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്കിംഗ് പ്ലേ ഒഴിവാക്കുക എന്നുള്ളൊരു എന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഈ സീസണിൽ തന്നെ നമ്മൾ ആർസണലിന്റെ 2 വശം കണ്ടിട്ടില്ല. യൂറോപ്പില് വളരെ അറ്റാക്കിംഗ് കളിയാണ് ആ ഗ്രൂപ്പ് സ്റ്റേജിൽ, മറ്റേ നോക്കൌട്ടിലല്ല, ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും അറ്റാക്കിംഗ് ഒരു ടീം, ഏറ്റവും ഗോൾ അടിച്ച ടീം ആർസണലായിരുന്നു തോന്നുന്നു. അപ്പൊ ആ യൂറോപ്പിൽ കാണുന്ന ആർസണൽ അല്ല ലീഗിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനുള്ള കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തെ അനുഭവം കുറെ എന്താ പറയുക, ഇപ്പൊ നമ്മള് തീ തൊട്ട് പൊള്ളിപ്പോയ ആ ഒരു ഇഫക്റ്റാണ് ശരിക്കും. കഴിഞ്ഞ സീസൺ കുറെ കളി ആർസണൽ ഡോമിനേറ്റ് ചെയ്തിട്ട് അവസാനത്തെ 15 മിനിറ്റിൽ പോയി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ തോൽക്കും, അല്ലെങ്കിൽ ഡ്രോ ആവും. അത് കാരണമാണ് അത്രയും വലിയ ഗ്യാപ്പ് ലിവർപൂളായിട്ട് വന്നത്. ലിവർപൂൾ നേരെ തിരിച്ച അവസാനത്തെ 15 മിനിറ്റിൽ കുറെ കളി ജയിക്കും. അപ്പൊ ആ മെന്റാലിറ്റി മാറ്റണം. അപ്പൊ അതെങ്ങനെ മാറ്റുക? നിങ്ങൾ ഡിഫൻസ് ഫസ്റ്റ് ആയി കളിച്ചിട്ട് 90 മിനിറ്റ് മറ്റേ ടീമിന് ഗോൾ അടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മിനിമം ചുരുങ്ങിയത് 1 പോയിന്റെങ്കിലും കിട്ടും. പിന്നെ ആർസണലിന്റെ അടുത്ത് അത്രയും നല്ല അറ്റാക്കിംഗ് കളിക്കാരുണ്ട്, വേണ്ടി വന്നാൽ ഒരു ഗോൾ അടിക്കാൻ. അപ്പൊ ഈ സീസൺ എനിക്ക് തോന്നുന്നു ലീഗിൽ ആകെപ്പാട് 10 കളിയായിട്ട്, എല്ലാ കോമ്പറ്റീഷനിലും 10 കളിയായിട്ടാണ് 1-0 ജയിച്ചിട്ടുള്ളത്. അപ്പൊ ജോർജ് ഗ്രഹാമിന്റെ സമയത്ത് ആ ചാൻഡ് തന്നെ 1-0 ടു ദ ആർസണൽ. അപ്പൊ ആ ഒരു ശൈലിയിലേക്ക് തിരിച്ചു പോയ പോലെയാണ്. പിന്നെ ഈ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ
ആർസണൽ വെങ്ങറുടെ തുടക്കകാലത്തും കുറേയൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആർസണൽ വെങ്ങർ ഇത് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ വെങ്ങർ ബോൾ ഫോളോ ചെയ്ത് വന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ട്രോഫി കാണാൻ പറ്റിയിട്ടില്ല. 2006 അല്ലെങ്കിൽ 2007 ശേഷം വന്ന ആളുകൾക്ക് ആർസണലിൻ്റെ ഏറ്റവും ട്രോഫി ഡ്രോട്ട് ഉണ്ടായിരുന്നൊരു സമയമാണ്. FA കപ്പ് അടിക്കുന്നവരെ 8 വർഷത്തോളം ട്രോഫി ഇല്ലായിരുന്നു. ടൈറ്റിൽ റേസിൽ വരുമെങ്കിലല്ലാതെ. പക്ഷേ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ മാത്രമേ കാണാനുണ്ടായിരുന്നു. പക്ഷേ ആർസണൽ വെങ്ങർ കപ്പടിക്കുന്ന സമയത്തും ഏകദേശം ഒരു ഇൻവിൻസിബിൾസ് ഒക്കെ ആയ സമയത്ത് ഇൻവിൻസിബിൾസിന് പോലും 12ഓളം ഡ്രോസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആഴ്സണൽ ഗിയർ മാറ്റിയതായിട്ടാണ് കണ്ടത്. അപ്പോൾ അതേ ഒരു അപ്രോച്ച് നെക്സ്റ്റ് സീസണിൽ അർട്ടേറ്റ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയായിരിക്കും പുള്ളി ചെയ്യേണ്ടത്? ഒരു ട്രോഫി ജയിച്ചാൽ പലപ്പോഴും അതൊരു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. ഇപ്പോൾ ഫെർഗ്സന്റെ കാര്യത്തിലൊക്കെ 92-93 26 കൊല്ലത്തിന് ശേഷം യുണൈറ്റഡ് ടൈറ്റിൽ നേടി. അടുത്ത സീസൺ ഡബിൾ അടിക്കണം. അത് കഴിഞ്ഞിട്ട് 96 ആദ്യ ഡബിൾ. അപ്പൊ അത് ഒരു നമുക്കൊരു ജയിലിൽ നിന്ന് ഫ്രീഡം കിട്ടണ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇപ്പൊ ഈ സീസൺ കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ അന്തരീക്ഷം ആകപ്പാട് മാറാൻ പോകും. ഇപ്പൊ ഗ്വാർഡിയോള പോയി, 2 കൊല്ലം മുമ്പ് ക്ലോപ്പ് പോയി. അപ്പൊ ശരിക്കും ഒരു ഓപ്പൺ ഫീൽഡായി മാറും. അപ്പൊ അടുത്ത സീസൺ ആർക്ക് എന്താ സംഭവിക്കാന്ന് ആർക്കും പറയാൻ പറ്റും. ഇപ്പൊ ചെൽസി വളരെ ശക്തമായൊരു ടീം ആവാൻ പോവാണ് അലോൺസോ മാനേജറായിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർസണലിന് ഈസി ആയിട്ട് ഒരു 3-4 കൊല്ലം കൂടി ഡോമിനേറ്റ് ചെയ്യാനുള്ള കളിക്കാരുണ്ട്. എന്ന് വെച്ചാൽ ചെറുപ്പമായിട്ടുള്ളൊരു സ്ക്വാഡാണ്. അതേപോലെ ഈ ആർസണലിന്റെ ഡിഫെൻസീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ സീസണിൽ വളരെ മികച്ചതാണ്. ഇപ്പോൾ ഡേവിഡ് റയ ഇപ്പോൾ സീസൺ കഴിയുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ സീസൺ കഴിയുന്നതിൻ്റെ 2-3 മാച്ചസ് മുന്നേ തന്നെ ഡേവിഡ് റയ ഗോൾഡൻ ഗ്ലോ കരസ്ഥമാക്കി. നിലവിൽ ഇപ്പോൾ 19 ക്ലീൻ ഷീറ്റ് ഉണ്ട്. 19 ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 38 മാച്ചസിൻ്റെ പകുതിയോളം ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി. ഇതിൽ ഈ ഹൈബ്രിഡ് ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നല്ലൊരു പങ്ക് വഹിച്ചതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ ആർസണലിൻ്റെ ഡിഫെൻസീവ് സിസ്റ്റത്തിൽ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്കിപ്പോൾ പല ക്ലബിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ കാര്യം എടുക്കും. നിലവിലുള്ള ചാമ്പ്യന്മാരായിരുന്നു ലിവർപൂൾ. ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് റയലിലേക്ക് പോയി. പകരമുള്ള റൈറ്റ് ബാക്ക് കോണർ ബ്രാഡ്ലി പരിക്കായിട്ട് ജാനുവരിക്ക് ശേഷം കളിച്ചിട്ടില്ല. ഫ്രിംപോങ് ശരിക്കും ഒരു റൈറ്റ് ബാക്ക് അല്ലെ ഒരു റൈറ്റ് വിങ് ബാക്ക് ആണ്. അപ്പം ആ പൊസിഷനിൽ മിഡ്ഫീൽഡേഴ്സ് ഒക്കെയാണ് പോയി കളിക്കുന്നത്. അവിടെ അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ട്. അതേപോലെ ഇപ്പോൾ വേറെ ടീംസ് എടുത്തു കഴിഞ്ഞാലും ഈ ഡിഫൻസ് ബാക്ക് ഫോറിലെ പ്രശ്നങ്ങൾ കാരണമാണ്. ഇപ്പൊ സിറ്റിഡൻ ടൈറ്റിൽ ചാലഞ്ച് അവസാനം കൊലാപ്സ് ചെയ്തത് അത് കാരണം. ഒരു സ്ഥിരത ഇല്ല ബാക്ക് ഫോർ. നേരെ തിരിച്ച് ആർസണലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബെഞ്ചിൽ ഇരിക്കണ ഓപ്ഷൻസ് വരെ ഇപ്പൊ മൊസ്കേര ആയാലും ഇൻകാപ്പി ആയാലും ഇവരൊക്കെ വളരെ ഹൈ ക്വാളിറ്റി ഡിഫൻഡേഴ്സ് ആണ്. അത് മാത്രമല്ല അവർക്ക് ബാക്ക് ലൈനിൽ പല പൊസിഷനിലും കളിക്കാനും പറ്റും. ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ വേണ്ടി വന്നാൽ കളിക്കാൻ പറ്റും. ഇപ്പോൾ മൈൽസ് ലൂയിസ് കെല്ലി ഇപ്പോൾ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും രണ്ടും കളിച്ചു. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കളിക്കുന്നത് LCB ആണെങ്കിൽ കൂടി ഇറ്റലിക്ക് വേണ്ടി LCB ആയിട്ട് കളിച്ചിരുന്ന പ്ലെയറാണ്. പക്ഷെ ആർസണലിന്റെ മാച്ചസ് കാണുന്ന സമയത്ത് ഒരു സ്ട്രൈക്കറിന്റെ പൊസിഷനിലാണ് പല സമയത്തും ഈ പ്ലെയർ ഉണ്ടാവാറുള്ളത്. അറ്റാക്കിൽ വരെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് വിങ്ങേഴ്സിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ്. പിന്നെ ഈ ഡിഫൻഡേഴ്സ് ഇപ്പൊ ഗാബ്രിയലിന്റെ ഗോൾസ് പണ്ടത്തെ ചെൽസി ടീമിൽ ടെറി എപ്പോഴും പ്രധാനപ്പെട്ട ഗോൾസ് അടിക്കായിരുന്നു. ലിവർപൂളിന് വേണ്ടി വാൻഡാക്ക് 30-ലധികം ഗോൾസ് അടിച്ചു. അപ്പൊ അതെപ്പോഴും ഒരു ബോണസാണ്. ഇപ്പൊ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ടൈറ്റായി മാർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് വന്ന് ഗോൾ അടിക്കാൻ പറ്റുന്ന ഡിഫൻഡേഴ്സ് ഉണ്ടെങ്കിൽ അത് വലിയൊരു ബോണസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സാറിന് ഈ സീസണ് അർട്ടേറ്റ ഇപ്പോൾ ഒരു ഫസ്റ്റ് മേജർ ടൈറ്റിൽ അടിച്ചു. പിന്നെ ഇതിന് മുന്നേ അടിക്കുന്നത് വന്ന സമയത്ത് ഒരു FA കപ്പാണ്. അതൊരു 6 മാസത്തിന് ശേഷമാണ്. ഫസ്റ്റ് ടീം അയാളുടെ ടീമും അല്ലായിരുന്നു. ഇപ്പോൾ ഇത് പുള്ളിയായിട്ട് ബിൽഡ് ചെയ്തെടുത്തൊരു ടീമിനെ വെച്ചിട്ടാണ് പുള്ളി ഒരു മേജർ ട്രോഫി അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2-3 സീസണായിട്ടുള്ള കളി മൊത്തത്തിൽ നിരീക്ഷിച്ചിട്ട് സാറിന് ആരുടെ പുള്ളി വർക്ക് ചെയ്ത കോച്ചുമാരിൽ പുള്ളി ഒപ്പം വർക്ക് ചെയ്ത ആളുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആരാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്, ആരുടെ ഗെയിം സ്റ്റൈലാണ് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ് സാറിന് തോന്നുന്നത്? കുറെ ആദ്യത്തെ മോയ്സിന്റെ എവർട്ടന്റെ ഒരു ഇതുണ്ട്, ഫിസിക്കാലിറ്റി, മറ്റേ സെറ്റ് പീസിൽ ഇത്, പിന്നെ ഡിഫെൻസീവ് ഇതിൽ ശ്രദ്ധ കൊടുക്കണം.
പക്ഷേ ബാക്കി ഇതിലിപ്പോൾ ഗ്വാഡിയോളുടെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് അതെ ഇപ്പോൾ അതെ ഗ്വാഡിയോളിന് ഇപ്പോൾ പല പൊസിഷനും അതെ അതെ കളിക്കാൻ അതെ അതെ പറ്റും. നല്ല കാലത്ത് കൈൽ വാക്കർ അങ്ങനെയായിരുന്നു. അതെ ഒരു അതെ ബാക്ക് ത്രീയിൽ കളിക്കാൻ പറ്റും, അതെ അതെ ഫോറിലും അതെ അതെ കളിക്കാൻ പറ്റും, അങ്ങനത്തെ കളിക്കാർ. അപ്പം അത് ഗ്വാഡിയോളുടെ ഒരു അതെ അതെ. അതുപോലെ ഇൻഫ്ലുവൻസ് ആണ് ഇപ്പോൾ തീർച്ചയായിട്ടും. ന്യൂനസ് ഒറേലി ഒക്കെ അതെ കളിക്കുന്ന പോലെയാണ് ഇവിടെ സ്കെല്ലി നാച്ചുറൽ മിഡ്ഫീൽഡറായ സ്കെല്ലിനെ LB ആണ് കളിപ്പിച്ചത്. അതെ പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ ബാക്സ് റൈറ്റ് ബാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഫുൾ ബാക്സ് ആയിട്ടും ഒക്കെ കളിക്കുന്നുണ്ട്. അതൊരു സ്വാധീനം. പിന്നെ വെങ്കറുടെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ആ എന്താ വെച്ചാൽ വെങ്കർക്ക് ആദ്യം ചെയ്യാൻ പറ്റിയത് ജപ്പാനിൽ നിന്ന് വന്ന ആ സീസണിന് ശേഷം ഇപ്പോൾ ഡെൻസ്ബർഗ് ക്യാമ്പ്, അങ്ങനെ വിയറ, അതെ തിയറി, ഓൺട്രി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അതെ പക്ഷെ അതെ ഇവരൊക്കെ വന്നപ്പോൾ ഒരു ടീം സ്പിരിറ്റ് കാണിക്കാൻ കൊണ്ടുവരാൻ പറ്റി. അതെ അതെ ഈ സീസണിന്റെ ശരിക്കുള്ള കഥ എന്താ? ഏപ്രിൽ 19 എത്തിയാത് പോയി തോൽക്കണം. തോറ്റു അപ്പൊ എല്ലാരും വിചാരിച്ചു കഴിഞ്ഞു. ബോട്ടിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആർസണൽ കാണിച്ചിട്ടുള്ള മനക്കരുത്ത് ആരും പ്രതീക്ഷിച്ചത്. അതെ അതെ ആർസണൽ ഫാൻസ് ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, അതെ പക്ഷെ പുറം ലോകം അത് തീരെ ഇല്ല പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല പക്ഷെ അവര് ഒരു കണക്കിന് സിറ്റിയാണ് കൊലാപ്സ് ചെയ്തത്. അതെ അതെ എവർട്ടൺ പോയിട്ട് 13 മിനിറ്റിൽ അതെ 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 ആ അതെ ടൈറ്റിൽ റേസ് തീർന്നു അതെ ശരിക്കും. അതെ അതെ ബേൺമൗത്ത് മാച്ച് തോറ്റ സമയത്ത് നെക്സ്റ്റ് വീക്ക് മാച്ചിലെ സിറ്റിയുടെ നെക്സ്റ്റ് മാച്ചിന്റെ സമയത്ത് സിറ്റിയുടെ ഫാന് ഒരു ബോട്ടിൽ ആർസണലിന്റെ ബോട്ടിൽ അതെ പിടിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു അതെ സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ ആണെന്ന് തോന്നുന്നു എവർട്ടനോട് അവർ കൊളാപ്സ്ഡായി അതെ തോറ്റത്. അപ്പോൾ അത് വ്യാപകമായിട്ട് വരേണ്ട ഒരു മീമായിരുന്നു, പക്ഷെ അത് ഇന്നലെ ബാക്ക് ഫെയർ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരവസ്ഥ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലീഗിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 2017 18 മറ്റോ ആണ്, 17-18 പെപ് ഗാർഡിയോള ഫസ്റ്റ് അതെ ടൈറ്റിൽ അടിക്കുന്നത്. അപ്പോൾ പെപ് ഗാർഡിയോള ഫസ്റ്റ് ടൈറ്റിൽ അടിക്കുന്നത് സെഞ്ചുറിയൻസ് ആയിട്ടാണ്. അതെ ഗാർഡിയോള വന്ന സമയത്ത് ഗാർഡിയോള ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അന്ന് പറഞ്ഞത് ടോപ്പ് ഫോർ കിട്ടുന്നത് തന്നെയാണ് ടൈറ്റിൽ അടിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിരുന്നൊരു അതെ ആളായിരുന്നു. പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന സമയങ്ങളിൽ ഒരു 2017-18 തൊട്ട് പെപ്പ് വേഴ്സസ് ക്ലോപ്പ് എറ ആയിരുന്നു. അതെ ആ എറയിൽ മെയിൻ രണ്ട് ടീംസ് ബാക്കി എല്ലാ ടീംസിനെയും മർദ്ദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതെ ഈ 6-0, 7-0 അല്ലെങ്കിൽ 5-0 ഒക്കെ വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ മിഡിൽ ടീംസ് യൂറോപ്പിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊന്നും വളരെ മികച്ച രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നത് കുറവായിരുന്നു. അതുപോലെ തന്നെ മിഡ് ടേബിൾ ടീംസ് ടോപ്പേഴ്സിനെ അട്ടിമറിക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇപ്പം ബേൺമൗത്ത് സിറ്റീൻ്റെ ഡ്രോ പിടിച്ച ടീം ബേൺമൗത്ത് ലാസ്റ്റ് തോൽക്കുന്നത് ജാനുവരിയിൽ ആർസണലിനോടാണ്. അതിനുശേഷം അവർ പിന്നീട് ആർസണൽ തോൽപ്പിക്കുകയും ചെയ്തു. അവരിപ്പോൾ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ അരികെയാണ്. അപ്പോൾ ഇതൊരു 2010 മുന്നേക്കുള്ള നമ്മളൊരു ബാർക്ലേസ് എറ എന്ന് പറയുന്ന പ്രീമിയർ ലീഗിൻ്റെ ഒരു ബാർക്ലേസ് എറയിലേക്കുള്ളൊരു തിരിച്ചുപോക്കിലേക്കാണോ പോകുന്നത്? അത് ഇനിയും ശക്തമാവാൻ പോകണേ ഉള്ളൂ. എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കുറച്ച് ഡോമിനൻ്റ് ആയിരുന്ന കോച്ചസ് ഇപ്പോൾ പോയി. അതെ അതെ പിന്നെ ഇപ്പം പറ്റിയിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ ഈ സ്പെയിനിലത്തെയോ ഇറ്റലിയിലത്തെ പോലെ പൈസ മുഴുവൻ 1-2 ക്ലബിൽ കേന്ദ്രീകരിച്ചിട്ടല്ല. അല്ല അല്ല ഇപ്പോൾ അല്ല ബ്രൈറ്റൻ്റെ ബോൺമത്തിൻ്റെ ഒക്കെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മിലാൻ ക്ലബ്സിൻ്റെ അതെ അത്രയുണ്ട്, അതെ അതെ ബോക്ക ജൂനിയേഴ്സിൻ്റെ ഒന്നും അധികം. അതെ 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 എന്ന് വെച്ചാൽ അവർക്ക് ബ്രോഡ്കാസ്റ്റ് റവന്യൂ ഷെയർ ചെയ്യേണ്ടത് ഏകദേശം തുല്യമായിട്ടാണ്. അതെ 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 അപ്പം അത് കാരണം ഈ ക്ലബുകൾക്കൊക്കെ ഇപ്പോൾ ബോൺമത്ത് സെമന്യോനെ ജാനുവരിയിൽ വിൽക്കണം അതെ സിറ്റിക്ക്. അതെ പകരം അവർ ബ്രസീൽ ഇന്റർനാഷണലായ റയാനെയാണ് അതെ കൊണ്ടുവരുന്നത്. അതെ അല്ലാതെ അറിയാത്ത ഏതോ അതെ ഒരുത്തനെ അത് കൊണ്ടുവരുന്നതല്ല. നല്ല പൈസ കൊടുത്തിട്ടുണ്ട്. അതെ, ഒരു അപ്പൊ എല്ലാ ക്ലബിനും ആ ഒരു ശേഷിയുണ്ട്. അതെ 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 പിന്നെ നല്ല കോച്ചസിനെ കൊണ്ടുവരാൻ. ഇപ്പോൾ റെലിഗേഷൻ ഡേഞ്ചറിലായിരുന്ന നോട്ടിംഗം ഫോറസ്റ്റ് വിക്ടോർ പെരേര അതെ അതെ കൊണ്ടുവന്നു. അതെ അതെ ഇപ്പൊ പലരും ഇപ്പൊ ഒരു കണക്കിന് ലോകത്തെ ഏറ്റവും നല്ല കോച്ചുമാരൊക്കെ ഇപ്പൊ ഇംഗ്ലണ്ടിൽ വരാനാണ് അതെ ശ്രമിക്കുന്നത്. അതെ ഇപ്പൊ അലോൺസോ അതെ എത്തിക്കഴിഞ്ഞു, അതെ അതെ ഇനിയും വരാനുണ്ട് ആൾക്കാർ. അതെ 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 ഇത് കാരണമൊക്കെ ഇപ്പോൾ യൂറോപ്പിൽ നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2020 വരെയുള്ള സമയങ്ങളിൽ സ്പാനിഷ് ടീമുകളായിരുന്നു അതെ ഡൊമിനേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഉനായ് എമറി സെവിയനെ വെച്ചിട്ട് 3 തവണ അടുപ്പിച്ച് യൂറോപ്പ് അടിച്ചു. സിദാന് 3 തവണ അടുപ്പിച്ച് UCL അടിച്ചിരുന്നു. അതെ ഇപ്പം റയൽ ഒരു UCL ഫൈനൽ കളിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. അതേപോലെ
ബാർസലോണ UCL ഫൈനൽ കളിച്ചിട്ട് ഇപ്പം 12 വർഷത്തിന് മേലെയായി. അത്ലറ്റിക്കോ മാഡ്രിഡ് സെമിയിലെത്തി തോറ്റു പോകുന്നു. പിന്നെ യൂറോപ്പ അല്ലെങ്കിൽ കോൺഫറൻസ് ഫൈനലുകളിൽ സ്പാനിഷ് ടീമുകൾ വരുന്നുണ്ടെങ്കിലും തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ പ്രീമിയർ ലീഗ് ടീംസ് കയറി വരികയാണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ ആസ്റ്റൺ വില്ല യൂറോപ്പ ഫൈനൽ കളിക്കുകയാണ്. കഴിഞ്ഞ തവണ യൂറോപ്പ ഫൈനൽ കളിച്ചത് ടോട്ടനോ ഇവരുമായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ ഈ പ്രീമിയർ ലീഗിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ ഉയർന്നത് ലീഗിനെ മാത്രമല്ല, അത് മൊത്തത്തിൽ യൂറോപ്പിലും ഇവർക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ, ഈ പ്രീമിയർ ലീഗ് ടീംസ് ഡൊമിനേറ്റ് ചെയ്യാൻ ഒരു കാരണം പൈസയുടെ ഫാക്ടറാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EPL കളിക്കുന്ന ഒരുവിധം എല്ലാ ടീംസിനും യൂറോപ്പിലത്തെ ഏറ്റവും വലിയ ടീമുകളെ മാറ്റി നിർത്തിയ ബാക്കിയുള്ളവരുടെ ഒന്നും പൈസ അവരുടെ അടുത്തുണ്ട്. ഒരു ക്രിസ്റ്റൽ പാലസ് ആയാലും അവർക്ക് ഇപ്പോൾ ഈ സീസൺ അവരിപ്പോ കോൺഫറൻസ് ലീഗ് ഫൈനലിൽ കളിക്കുന്നു. കഴിഞ്ഞ തവണ FA കപ്പ് അടിച്ചു. ഈ തവണ സീസൺ ആദ്യം കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ തോൽപ്പിക്കുന്നു. ഇതേ ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ ഒലിവർ ഗ്ലാസ്നർ പോയാലും അവർക്ക് നല്ല മികച്ചൊരു കോച്ചിനെ കിട്ടുന്ന ഉറപ്പാണ്. എന്താ വെച്ചാൽ അടുത്ത സീസൺ ആദ്യം മിക്കവാറും കോൺഫറൻസ് ലീഗ് ജയിച്ച യൂറോപ്പയിലേക്ക് കയറുമല്ലോ. ആ ക്രിസ്റ്റൽ പാലസിന് ഇനി പൈസ കിട്ടാനും പോകണമെന്ന് വെച്ചാൽ അവര് ആഡം വാട്ടറിനെ വിൽക്കും. മിക്കവാറും മെറ്ററ്റേം പോണെന്ന് പറയും. അപ്പൊ ആ 2 കളിക്കാരെ വിറ്റാൽ തന്നെ ഒരു 110 മില്യൺ പൗണ്ടായി. അപ്പൊ അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു ബിസിനസ് മോഡൽ ഇപ്പൊ ബോൺമത്ത് ഒക്കെ കഴിഞ്ഞ സീസൺ 4 പ്രധാനപ്പെട്ട കളിക്കാരെ അതെ, എന്നിട്ട് പക്ഷെ അവർ 6ാം സ്ഥാനത്ത്. അതാ നല്ല പ്ലാനിങ് കാരണം പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അത് നന്നായി ചെലവാക്കും. തോമസ് ഫ്രാങ്ക് പോയിട്ടും പലരും ബ്രെൻഫോർഡ് റെലഗേറ്റ് ആവുന്ന പറഞ്ഞിട്ടും ബ്രെൻഫോർഡ് റെലഗേറ്റ് ആയില്ല എന്നുള്ളതാണ്. ബ്രെൻഫോർഡ് യൂറോപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ കോമ്പീറ്റ് ഇപ്പൊ ചെൽസിയുടെ മുന്നിലല്ലേ ഗോൾ ഡിഫറൻസിൽ ബ്രെൻഫോർഡ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇഗോർ തിയാഗോനൊക്കെ പോലെയുള്ള ഒരു പ്ലെയർ കൊണ്ടുവന്ന് ടോപ്പ് സ്കോറർ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതുപോലെ സാറിൻ്റെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പെപ് ഗാർഡിയോള ഇപ്പോൾ ഏതായാലും പോവുകയാണെന്നുള്ളത് അനൗൺസ് ചെയ്തു. അപ്പോൾ ഗാർഡിയോളയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ് ഇപ്പോൾ ടൈറ്റിൽ അടിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൽ ഗാർഡിയോള ഒരു ടൈറ്റിൽ റേസിൽ തോൽവി അറിയുന്നത്. മുന്നേ ലിവർപൂൾ ഗാർഡിയോള ഉണ്ടായിരുന്ന സമയത്ത് ടൈറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിലും കൊറോണയുടെ ആ സമയത്ത് നല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 20 പോയിന്റോളം ഡിഫറൻസിലാണ്. കോവിഡിൻ്റെ മുന്നേ തന്നെ ലിവർപൂൾ ചാമ്പ്യൻസ് ആയതായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ടൈറ്റിൽ റേസിൽ വന്നിട്ട് ഗാർഡിയോള പരാജയപ്പെടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഉചിതമായ സമയത്ത് തന്നെയാണോ ശിഷ്യനുമായിട്ടുള്ളൊരു കോമ്പറ്റീഷനിൽ നിന്ന് ശിഷ്യനൊരു കോമ്പറ്റീഷൻ തരുന്ന സമയത്ത് ഗാർഡിയോള പോകുന്നത് പ്രീമിയർ ലീഗിൽ നിന്ന്? എനിക്ക് തോന്നുന്നത് ഗാർഡിയോള പോകുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണമാണ്. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കേട്ടത് 1 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് മറ്റേ ബയൺ ജോലി എടുക്കണതിന് മുമ്പ് ബാഴ്സലോണയും ബയണും ഇടയ്ക്ക് ഒരു കൊല്ലത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ന്യൂയോർക്കിലൊക്കെ പോയി കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അതുപോലെ 1 കൊല്ലത്തെ ഗ്യാപ്പ് ഇയർ എടുത്തിട്ട് പിന്നെ മിക്കവാറും സ്പാനിഷ് ടീമിലേക്ക് വരുന്നതാണ് ഞാൻ കേട്ടത്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായത്തിൻ്റെ ഇതുമാണ്. ഇപ്പം 55 വയസ്സായി. ചിലർക്ക് അത്രയും ഇൻറ്റൻസിറ്റിയോടുകൂടി കോച്ച് ചെയ്യണവർക്ക്. ക്ലോപ്പ് വിരമിച്ചത് 57 വയസ്സിലാണ്. ഇവർക്കൊക്കെ അത്രയും ഈ ഫുൾ ഓൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ര 30 കൊല്ലമൊന്നും കോച്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു ഫാക്ടറും കൂടി ഉണ്ട്. ഇപ്പൊ ഗാർഡിയോള 17 കൊല്ലമായി. ഇപ്പൊ ഗാർഡിയോള പോകുന്നതോടുകൂടി ഇനിയിപ്പോൾ ക്ലോപ്പ് 2 വർഷം മുന്നേ പോവുകയും ചെയ്തു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഒരു റൈവൽറി, 2 കോച്ചസ് തമ്മിലുള്ള റൈവൽറി എന്ന് പറയുന്നത് ക്ലോപ്പ് വേഴ്സസ് ഗാർഡിയോള എന്നുള്ളതായിരുന്നു. ഒരു 5-6 വർഷത്തോളം അവർ തമ്മിലായിരുന്നു ടൈറ്റിൽ റേസ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അർട്ടേറ്റ വന്നെങ്കിൽ കൂടി അത് ആ ഒരു രീതിയിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു തവണ ലിവർപൂളിന് 1 പോയിന്റ് വ്യത്യാസത്തിലാണ്, 98-99 പോയിന്റ് വ്യത്യാസങ്ങളിലാണ് അവർക്ക് കപ്പ് പോയിരുന്നത്. അപ്പോൾ സാറിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് 90കളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആർസൻ വെങ്ങർ ഫെർഗൂസൺ റൈവൽറി അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണൽ റൈവൽറി ആണോ, സിറ്റി ലിവർപൂൾ റൈവൽറി ആണോ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് തോന്നിയത്? ഏറ്റവും ഇൻറ്റൻസ് ആയിരുന്നത് ആർസണൽ യുണൈറ്റഡ്. എന്താ വെച്ചാൽ അത് കളിക്കാർ തമ്മിൽ ഭയങ്കര വൈരാഗ്യമായിരുന്നു. ഇതിപ്പോ കളി കഴിഞ്ഞാൽ ലിവർപൂളും സിറ്റിയും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഫാൻ ബേസസ് തമ്മിൽ ഒരിക്കൽ സിറ്റി ബസ് കല്ലെറിഞ്ഞു, അങ്ങനെ അവിടെ ഇവിടെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ആ ഫാൻ ബേസുകൾ തമ്മിൽ
അത്ര ഒരു വൈരാഗ്യമില്ല. അതെ. മറ്റേ വെങ്കറും ഫെർഗുസനും അവര് തമ്മിൽ അത്ര വലിയ പ്രശ്നം. വെങ്കർക്ക് അധികം പ്രശ്നം മൊറീനിയോ അതെ ആയിട്ടായിരുന്നു. അതെ അതെ അതെ. പക്ഷെ ഫാൻ ബേസുകൾ തമ്മിലും കളിക്കാർ തമ്മിൽ കളിക്കാര് ഇപ്പൊ തമ്മിൽ റോയ് കീനും വിയറും വിയറയും എത്രയോ തമ്മിൽ കൊല്ലം അടി. സംസാരിച്ചിട്ട് അതെ. പോലും ഇല്ല. ടണൽ അടി ഉണ്ടായിരുന്നു. അതെ. അതേപോലെ പിസ എറിഞ്ഞ് ഫെർഗൂസിനെതിരെ പിസ അതെ. എറിഞ്ഞിരുന്നു. പിന്നെ അതേപോലെ നിസ്റ്റൽ റൂയി പെനാൽറ്റി മിസ്സാക്കിയ സമയത്ത് അടി ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും ഇപ്പോൾ പ്രീമിയർ ലീഗിന് ഉള്ളതായിട്ട്, പ്ലെയേഴ്സ് തമ്മിൽ ഇൻറ്റൻസിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കളിക്കാരും ക്ലബ്ബുകൾ കുറെ വേഗം അതെ അതെ മാറിക്കൊണ്ടിരിക്കുന്നു. അതെ. ഇപ്പൊ റോയ് കീനൊക്കെ അവിടെ 12 കൊല്ലമായിരുന്നു യുണൈറ്റഡിൽ. അതെ ബെക്കം 7-8 കൊല്ലം, സ്കോൾസും ഗിഗ്സും 15-17 കൊല്ലം. അതെ അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ വിയർ തന്നെ 2005 വരെ അതെ ആർസണലിൽ നിന്നു, ഏകദേശം 10 കൊല്ലം. അതെ ആ, അപ്പൊ ആ ഒരു പാരമ്പര്യം ഉള്ളപ്പോൾ എപ്പോഴും കുറച്ചും കൂടി വാശി വരും. അതെ ഇപ്പൊ അതെ ജോൺ ടെറി, ഇപ്പൊ ആ കാലത്ത് ലിവർപൂളും ചെൽസിയും തമ്മിൽ ഭയങ്കര അതെ തീപ്പൊരി പോരാട്ടങ്ങളായിരുന്നു, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ. അതെ അതെ അതെന്തുകൊണ്ട് ഈ കുറെ ലോക്കൽ പ്ലെയേഴ്സ്, ഇപ്പൊ ലാംപാർഡും ടെറി, ആഷ്ലി കോളൊക്കെ അതെ അതെ ചെൽസിക്ക്, അവരൊക്കെ ലണ്ടൻ ബോയ്സും ആണ്. അതെ 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 പിന്നെ ഇവിടെ സ്റ്റീവൻ ജെറാർഡ്, ജെയ്മി അതെ കാരഗർ, അതെ അങ്ങനത്തെ കുറച്ച് ലോക്കൽസ്. അപ്പം അത് കാരണം തീർച്ചയായിട്ടും ഒരു റൈവൽറി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനത്തെ കുറേം കൂടി ഇന്റർനാഷണൽ സ്ക്വാഡ്സുമായി അതെ അതെ. അത്ര ഒരു കണക്ഷൻ ഇല്ല പിന്നെ ഒരു കളിക്കാൻ. റൈവലറി കാണിക്കുന്നത് നോർത്ത് ലണ്ടൻ ഡർബിയിലാണെന്ന് തോന്നുന്നു. ആർസണൽ പക്ഷെ അതിനിപ്പോ സ്പേഴ്സ് ഇപ്പൊ അതെ റെലിഗേഷൻ റെലഗേറ്റ് ആയി സോണിലാണ്. കഴിഞ്ഞാൽ അപ്പൊ അടുത്ത വർഷം അതിനുള്ളൊരു സാധ്യത റെലിഗേറ്റഡ് ആവില്ല. പക്ഷെ ആവില്ല. ഇപ്പൊ അതെ അവര് ഈ തിരിച്ച് ടോപ്പ് 6-ലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു 2 സീസണെങ്കിലും അതെ എടുക്കുന്ന അതെ അതെ തോന്നുന്നു. അതെ അതെ. ഈ വർഷത്തെ ഇപ്പോൾ ആർസണലിൻ്റെ മൊത്തത്തിലുള്ള കളികൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്രീമിയർ ലീഗ് അടിക്കാൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചൊരു പ്ലെയറായിട്ട് സാറിന് തോന്നുന്ന ആരാണ്? ആർസണലിൻ്റെ പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തോന്നുന്ന ആരാണ്? കഴിഞ്ഞ സീസണൊക്കെ ഞാൻ റൈസ് എന്നായിരുന്നു പറയാ. പക്ഷെ അതെ ഈ സീസൺ റയയുടെ പെർഫോമൻസ് അത് ലീഗിൽ മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ള സമയങ്ങളിൽ അതെ റയയുടെ സേവ്സ് അതെ ഇല്ലെങ്കിൽ അതെ ഈ ടൈറ്റിലും ഇല്ല, അതെ. ചാമ്പ്യൻസ് ലീഗ് ഫൈനലും ഇല്ല. സേവ്സ് മാത്രമാണെന്ന് എനിക്ക് അല്ല, തോന്നുമല്ല. സേവ്സ് മാത്രമല്ല, ആ ബോക്സ് കമാൻഡ് അതെ ചെയ്യാൻ അതെ അതെ ഈ എല്ലാവരും ഡിഫൻസ് എന്ന് പറയും. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും 6 ആളാണ്. അതെ 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 ഈ ബാക്ക് 4 മാത്രമല്ല, ഗോൾ കീപ്പറെ വിശ്വാസം വേണം അതെ ബാക്ക് അതെ അതെ ഫോറിന്. അതെ അതെ. അതേപോലെ അവരുടെ മുന്നിലുള്ള ഡിഫൻസീവ് അത് മിഡ്ഫീൽഡറും, ആ ഒരു 6 ആൾക്കാരാണ് ഒരു അതെ ടീമിന്റെ അതെ അതെ ഭാവി അതെ. ശരിക്കും നിർണ്ണയിക്കുന്നത്. അതില്ലായിരുത്തോണ്ടാണ് കരബാവോ കപ്പ് ഫൈനലിൽ എനിക്ക് തോന്നുന്നത് ആർസണൽ തോൽക്കുന്നത്. കാരണം സിറ്റിയുടെ ഫ്രണ്ട് ഫോർ പ്രസ് ചെയ്ത സമയത്ത് കുറെ കൂടി ക്ലൂലെസ് ആയിരുന്നു. കെപ്പ ഒരിക്കലും അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും കെപ്പയുടെ കളി കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് അതെ 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 തോന്നിയിട്ടില്ല. അതെ വളരെ എന്താ പറയുക, ഒരു ജിറ്ററി ആയിട്ടുള്ളൊരു ഗോൾ അതെ കീപ്പറാണ്. അതെ 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 നന്നായി സേവ് ചെയ്യും, അതെ ഷോട്ട് അതെ സ്റ്റോപ്പിംഗ് അതെ ഒക്കെ അതെ നല്ലതാണ്. അതെ പക്ഷെ ഒരു ഗോൾ കീപ്പർക്ക് പ്രധാനമായിട്ട് ആ ബാക്ക് ഫോറിനൊരു ശാന്തത കൊടുക്കണം. അതെ 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 നമ്മുടെ പിന്നിലുള്ള ആളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ അതെ പറ്റും. അതെ ആൽസൺ അതാണ് ലിവർപൂളിൽ അതെ അതെ വന്നിട്ട് അതെ ചെയ്തത്. അതെ അതെ പീറ്റർ ഷ്മൈക്കൽ അതാണ് അതെ മാഞ്ചസ്റ്റർ അതെ യുണൈറ്റഡിൽ ചെയ്തത്. ഡേവിഡ് സീമൻ പണ്ടത്തെ ആർസണൽ അതെ അതെ ടീംസിൽ ഇതാ അതെ ചെയ്തത്. അതെ ബാക്ക് ഫോറിന് ഒരു സംശയമില്ല, ബോൾ ഇവിടെ കൊടുത്ത അതെ അത് അതെ ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ സേവ് അതെ ചെയ്യുന്ന അതെ അതെ ഉറപ്പാണ്. അതെ. അപ്പോൾ റയ ആയിരുന്നു FA കപ്പിലോ അല്ലെങ്കിൽ കരബാവോ കപ്പിലോ ഉണ്ടായിരുന്നതെങ്കിൽ ആർസണലിന് ഒരു ഡൊമസ്റ്റിക് കപ്പ് കൂടി അടിക്കാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ സാറിന്? അത് പറയാൻ പറ്റില്ല. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു മോശം ദിവസം ദിവസം മതി. നോക്കൗട്ട് ടൂർണമെന്റ് ആണ്. പക്ഷേ മറ്റേ ഡോണറുമയും ആലിസണും ഒക്കെ അതെ ഇതേപോലത്തെ അതെ അതെ മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തു നിന്നും അതെ അതെ വന്നിട്ടുണ്ട്. അതെ ഏറ്റവും മികച്ച ഗോൾ അതെ കീപ്പേഴ്സിന് അതെ വരെ അതെ പറ്റാം. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഒരു ഗ്വാർഡിയോള ആണ് ഒരു വിധത്തിൽ കൊണ്ടുവന്നത് ഈ റിസർവ് ഗോൾ കീപ്പർക്ക് എല്ലാ അതെ കപ്പ് അതെ അതെ ഗെയിംസും കൊടുക്കണം അതെ അതെ എന്നുള്ള അതെ ഒരു അതെ ഇത്. പിന്നെ അത് എല്ലാ ടീംസും അതുപോലെ ആക്കിയിട്ടുണ്ട്. അതെ 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 എന്താ വെച്ചാൽ അവർക്കും കളികൾ വേണമല്ലോ. അല്ലെങ്കിൽ മാച്ച് പ്രാക്ടീസ് ഇല്ലാതെ പെട്ടെന്ന് ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാത്ത ഒരാളെ അതെ അതെ നമുക്ക് അതെ കയറ്റി കളിപ്പിക്കാൻ അതെ പറ്റില്ല. അതെ അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ ഇമോഷൻ ഇല്ലാതെ ഒരു വലിയ ഫൈനലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രോഫി നേടാൻ ഏറ്റവും നല്ല സാധ്യത ആരെ ഗോളിയാക്കുകയാണ്. അത് റയ ആണെങ്കിൽ റയെ കളിപ്പിക്കണം, പ്രത്യേകിച്ച് ഒരു കപ്പ് അതെ ഫൈനലൊക്കെ അതെ ആണെങ്കിൽ. അതെ. ഇനിയിപ്പോൾ ഗാർഡിയോള ലീവ് ചെയ്യുകയാണല്ലോ.
ഇനിയിപ്പോൾ ഗാർഡിയോള ലീവ് ചെയ്യുന്നത് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കുറേ കൂടിയൊക്കെ പ്ലേയേഴ്സിനെ ഗാർഡിയോള ഒരു ഫാക്ടറായിരുന്നു പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ മാഞ്ചസ്റ്റർ ടീമുകളിലേക്ക് ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലും യുണൈറ്റഡിൻ്റെ ഒരു പ്രൈഡ്, സിറ്റി ആണെങ്കിൽ ഗാർഡിയോള, ഈ ഒരു ഫാക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. ലിവർപൂളും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ലണ്ടൻ ബേസ് ആയിട്ടുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ആർസണലൊക്കെ കമ്പാരിറ്റീവ്ലി ട്രോഫി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ വിൻ ചെയ്തത് കുറവാണെങ്കിലും ലണ്ടൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു അതെല്ലാ കാലത്തും എല്ലാ എല്ലാ കാലത്തും. കാലത്തും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡൊമിനേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പോൾ വിൻ ചെയ്തു, ഇനി ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയും അർട്ടേറ്റ അവിടെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ആർസണലിലേക്ക് കൂടുതൽ നല്ല പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ളൊരു ഫാക്ടറായിട്ട് ഈ ഏറ്റവും നല്ല ലണ്ടൻ ടീംസിന് ഇപ്പം ഞാൻ അതിൽ ടോട്ടനമിനെ പെടുത്തുന്നില്ല അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി കാരണം. പക്ഷെ ആർസണലായാലും ചെൽസി ആയാലും ആദ്യം കളിക്കാർ പ്രത്യേകിച്ച് അവരുടെ മാത്രം തീരുമാനമല്ല, പലർക്കും പാർട്ട്നേഴ്സ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ഇപ്പം സ്കൂള്, ഭാര്യമാർക്ക് ജീവിക്കാനുള്ള സൗകര്യം, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പം പല കളിക്കാരുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം മാർസൽ ഡെസായി, ഇമാനുവൽ പെറ്റി, വിയേറ, ഇവരൊക്കെ അവർക്ക് പല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഇപ്പോൾ ഒരു ലിവർപൂളിലോ മാഞ്ചസ്റ്ററിലോ പോയി താമസിക്കണമെന്ന് ആഗ്രഹമില്ല. അത് കാരണം പലരും ലണ്ടൻ ക്ലബ്സിനെ മാത്രമേ. അതുപോലെ തന്നെയാണ് വില്യന്റെ ട്രാൻസ്ഫറിന്റെ സമയത്തും കേട്ടിരുന്നു. വില്യന് അതെ, എല്ലാ ഈ വടക്കോട്ടുള്ള എല്ലാ ന്യൂകാസിലിന് ഏറ്റവും വലിയ പ്രശ്നം അത്. ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും വൃത്തിയായിട്ട ക്ലൈമറ്റ് ഉള്ള നഗരം ന്യൂകാസിലാണ്. ഏറ്റവും തണുപ്പ്, ഏറ്റവും കാറ്റ്. അത് കാരണം പല കളിക്കാർക്കും ഒന്നുമില്ല അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വിടണം, അല്ലെങ്കിൽ അവിടെ പോവില്ല. ഈ ഇസാക്കിന്റെ ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ട് പറയപ്പെട്ടിരുന്ന ഒരു കാര്യം ന്യൂകാസിലിന്റെ ക്ലൈമറ്റ് ആണെന്ന് കേട്ടിരുന്നു. സീസൺ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ സാറിന് ഒരു പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തോന്നുന്നത് ആരെയാണ്? പ്ലെയർ ഓഫ് ദി സീസണായിട്ട് എൻ്റെ മനസ്സിൽ 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് നേരത്തെ പറഞ്ഞ ആർസണലിന് ചാമ്പ്യൻസ് ആവാൻ ഏറ്റവും വലിയ കാരണം എൻ്റെ മനസ്സിൽ. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഏകദേശം സിംഗിൾ ഹാൻഡഡ് ഞാൻ പറയില്ല, എന്താ വെച്ചാൽ ഫുട്ബോൾ ഒരാളുടെ കളിയല്ല. പക്ഷെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തിരിച്ചു വരവിൽ ഒരു 30% ക്രെഡിറ്റ് എങ്കിലും ഞാൻ ബ്രൂണോന് കൊടുക്കുക. എന്താ വെച്ചാൽ ആ ഒരു ക്രിയേറ്റ് 20 അസിസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിബ്രോയിന ലെവൽ കളിയാണ്. സെയിം ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഡിബ്രോയിന്റെ ഒരു ഔട്ട്പുട്ട് നിലവിൽ ചേക്കിക്ക് കുറച്ചൊക്കെ ചില സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും ഡിബ്രോയിന് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പീക്ക് ഡിബ്രോയിന് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം സിറ്റി തന്നെ ഈ തവണ കപ്പടിക്കാനുള്ള സാധ്യത. ലെവൽ പ്ലെയർ ആണ്. അതെ 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 അതെ. അപ്പോൾ പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് സാറിൻ്റെ മനസ്സിൽ വരുന്നത് ബ്രൂണോ ഫെർണാണ്ടസും ഡേവിഡ് റായതാണ്. ഇനി അതുപോലെ തന്നെ മാനേജർ ഓഫ് ദി സീസൺ ആയിട്ട് സാറിന് തോന്നുന്നത് ആരെയാണ്? ആ ചർച്ചയിൽ ആർട്ടേറ്റ എന്തായാലും വരണം. എന്താ വെച്ചാൽ ഇത്രയും കൊല്ലത്തെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു നാരറ്റീവ് എപ്പോഴും ഫെയിൽ ചെയ്യണം. അതിപ്പോൾ ആർട്ടേറ്റയുടെ കാലത്ത് മാത്രമല്ല, വെങ്കറുടെ അവസാന കാലങ്ങളിൽ ലെസ്റ്റർ ചാമ്പ്യന്മാരായ സീസണിൽ ആർസണലിന് ഭയങ്കര ചാൻസ് ആയിരുന്നു അപ്പോൾ കപ്പ് അടിക്കാൻ. പക്ഷെ അതും ഇതേപോലെ ആ മാനസികമായിട്ടുള്ള ശക്തിയുള്ള കളിക്കാരില്ല ആ വെങ്കർ ടീമിൽ. അപ്പം അത് കാരണം ആ സീസണും അങ്ങനെ പോയി. അതിനു മുമ്പും ഇപ്പൊ 14-ലൊക്കെ മറ്റേ പെൽഗ്രീനിന്റെ ഇവര് സിറ്റി റോജേഴ്സിന്റെ ലിവർപൂളിനെ തോൽപ്പിച്ച ആ സീസണിലൊക്കെ ആർസണലിനെ കുറെ കാലം പിടിച്ചു നിന്നതായിരുന്നു. പക്ഷെ എപ്പോഴും അവസാനം 1-2 മാസത്തിൽ കൊലാപ്സ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ അത് ആ ഒരു ഇത്രയും കൊല്ലത്തെ ആ ഒരു ചരിത്രം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ക്രെഡിറ്റ് ആർട്ടേറ്റയ്ക്ക് തന്നെ കൊടുക്കണം. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ബോൺമത്ത് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്, അവിടെ ഇറിയോള ചെയ്തിട്ടില്ല. പൊസിഷൻ വിടും, 6ാം സ്ഥാനത്താണ്. ഇത്രയും ഡീൻ ഹോയ്സൺ റയൽ മാഡ്രിഡിലേക്ക്, സെബാനി PSG-ക്ക്, സെമന്യോ മിഡ് സീസൺ പോയി. അതിനു മുമ്പ് മറ്റേ കെർക്കസ് ലിവർപൂളിലേക്ക്. വേറെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനും കൂടി മറ്റേ ജാങ്കോ ബ്രെൻഫോർഡിലേക്ക് പോയി. ഇങ്ങനത്തെ കളിക്കാരൊക്കെ പോയിട്ടും 17 കളി തോൽക്കാതെ, അതിൽ ആ സമയത്ത് അവര് ലിവർപൂൾ, ആർസണൽ, ന്യൂകാസിലിനെ തോൽപ്പിച്ചു, 2 മാഞ്ചസ്റ്റർ ക്ലബിനെ സമനില, വില്ല ആയിട്ട് സമനില ജാനുവരിക്ക് ശേഷം. അപ്പൊ അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ്. അതും
ഈ ക്ലബ്ബ് ശരിക്കും ലീഗ് 1 കളിക്കേണ്ട ഒരു ക്ലബ്ബ്. ഞാൻ അവരെ മോശമായിട്ട് പറയല്ല, അതെ 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 പക്ഷെ അവര് അത്രയും ചെറിയ ഫാൻ ബേസ്, അത്രയും ചെറിയ ഡീൻ കോർട്ട് എന്ന് പറഞ്ഞാൽ 13,000 അതെ അതെ ആളുള്ള ഒരു ആളുകൾ സ്റ്റേഡിയമാണ്. മാത്രമേ. ഇതിലും എത്രയോ വലിയ ക്ലബ്ബുകൾ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റേ സൗത്ത് ആംപ്ടൺ, മിഡിൽസ്ബ്രോ, അതെ അതെ ഇപ്സ്വിച്ച്, ഇത് വെസ്റ്റ് ബ്രോമിച്ച് ആൽബിയൻ, ഇതൊക്കെ വലിയ ക്ലബ്ബുകളാണ് ബോൺമത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇപ്പം ഇവര് ഇംഗ്ലണ്ടിൽ 6ാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാനും കൂടി പറ്റാത്തൊരു അതെ കാര്യം. അതെ അതെ